ഇതാണ് കോമോ ഫ്ലാഗ്. ജംഗിൾ വാറിൽ ശത്രുക്കളെ നേരിടാനുള്ള മാർഗങ്ങളിൽ ഒന്ന്. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞറിയില്ല. ആ എന്താ അവനും ശത്രുവാ. അപ്പോഴേ ഞാൻ ചാട്ട് പറയും, പിന്നെ ഒരു സെക്കൻഡ് താമസിക്കരുത്, ചാടി വീണോണം. വരുന്നു വരുന്നു. റെഡി? താനേ ഇവനെ പറ്റിച്ചോ, എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. കാശ് കാശോ? എത്ര രൂപ മേടിച്ചേ? മൊത്തം 25,000. ആദ്യം 15, പിന്നെ 10. പലിശ വിട്ടിരിക്കുന്നു. കാശ് കാശ് ഞാൻ പിന്നെ കാശിലെ കൊണ്ട ജോലി ആയാലും മതി. മന്ത്രിയുടെ നാട് വന്നിട്ട് കാശ് തരുന്നോ ജോലി ശരിയാക്കുന്നു? കുറച്ച് ലേറ്റ് ആവും. എന്നാ വേണ്ട, കാശ് മതി. ഞാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലെത്തോളാം. അങ്ങനെ പോകല്ലേ. എന്നാ ഞാൻ ജോലി ശരിയാക്കി തരാം. എപ്പോ? ഒരു 6 മാസത്തിനാവും. പോരാ? ഉറപ്പാണോ? 6 മാസം പോരാ. 6 മാസം പോരാ. പോരാ? 6 മാസം കൂടുതലാ? അയ്യോ വേണ്ട, 3 മാസം മതി. ആണോ? ഉറപ്പാണോ? വേളാങ്കണ്ണി മാധവൻ അയ്യപ്പനാണ് സത്യം. വാക്ക് മാറിയാലുണ്ടല്ലോ ഈ ശരീരത്തെ എല്ലും കൂടെ ഞാൻ ഇങ്ങനെ ഊരെടുക്കും. എല്ലും കൂടെ പോയി ശരീരം എങ്ങനെ ഇരിക്കുന്നു അറിയാമല്ലോ. അപ്പോ ഇപ്രാവശ്യം പറ്റിക്കത്തില്ല, അവൻ അറിയാ എന്നെ. എന്നാലും 3 മാസം അതുവരെ താൻ വെറുതെ നിൽക്കണ്ടേ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. Be cheerful, my boy. ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടി കണിയാ. ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടി കണിയാ. ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും. ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും. ഒരു പാട്ടിൻ നൂലിഴയിൽ, ഒരു പാട്ടിൻ അരിയ മണിത്താലി കോർത്തു തരും. ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടിൽ കണിയാ. ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും. അകലയെഴും പൂങ്കുലതൻ അംഗരാഗവുമായി കൂടണയും കാറ്റലയിൽ കാമന നീന്തുകയാ. എന്നിൽ നിന്നിൽ വീണ്ടും കളരവമുയരുകയായി ഒരു കുയിലിണ പാടുകയാ. ഓലവാലൻ കിളിയൊന്നൻ ഓമൽ കൂട്ടിൽ കണിയാ. ഒരു നെൽക്കതിർമണിയും കൊണ്ടൊരു നാളരികെ വരും. സുഖിക്കുകയാണോ? എടോ, തന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിരിക്കുന്നത് സൂഹിക്കാനാണോ? താനിതുവരെ എന്തെടുക്കായിരുന്നു? സ്വപ്നം കാണുന്നത് ഇവിടെ ഇരുന്നല്ല, അതങ്ങ് മതി കേട്ടോ. മാസാമാസം പുളിങ്കുരു പോലെ എണ്ണി വാങ്ങണ്ടേ? 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാം സാർ. തീർത്ത് തരണം. അതിനാ തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇനി സ്വപ്നം കാണരുത്. യെസ് സർ, ഐ എം വെരി സോറി. ഐ നോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഈ ജോലി നീ ഉപേക്ഷിച്ചു. ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. പഠിത്തം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ല. എന്നാ ബിസിനസ്സിൽ എന്നെ എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞ
നിനക്ക് അതിലും താല്പര്യമില്ല. ഒരു കല്യാണം കഴിപ്പിച്ച് നിന്റെ മനസ്സൊന്ന് മാറ്റാമെന്ന് വെച്ചാ നിനക്കതും വയ്യ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഞാൻ അറിയാത്ത പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? ഇനി എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ചേട്ടത്തിയോട് പറയാം. അവൾ നിന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലാക്കി ചേരാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മുമ്പായിരുന്നെങ്കിൽ തലയ്ക്ക് അസുഖമാണെന്നെങ്കിലും പറയായിരുന്നു. ഇപ്പൊ അതുമില്ല. എനിക്ക് പ്രാണില്ല. എവിടെ നോക്കിയാണോ ഓടിക്കുന്നത്? വണ്ടി വരുന്നുണ്ടൂടെ? സാറേ ഇത് സാറും കീറുന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇടിച്ചിരുന്നെങ്കിലേ തന്റെ പൊടി പോലും കാണില്ല. സാറേ ഇത് വൺ വേ ആണ്. താൻ എന്നെ ട്രാഫിക് നിയമം പഠിപ്പിക്കുക? അതൊക്കെ എനിക്കറിയാം. ഞാൻ കുറെ കാലം ഇതിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് മതി, കൂടുതൽ ചൂടാവണ്ട. ഞങ്ങള് കണ്ടതല്ലേ. ഓട്ടോ ഡ്രൈവറോട് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. ഇതെന്താ ഹിമാലയൻ റാലിയാണോ? മത്സരിച്ചോടാൻ. ഒരു നിമിഷം ഒന്ന് തെറ്റിയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? തനിക്ക് ആരാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? സിറ്റി സ്പീഡ് ലിമിറ്റ് അറിഞ്ഞൂടെ? അതും വൺ വേയിൽ കൂടി വന്നിട്ട്. ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടാണോ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത്? കൊണ്ടിടിക്കാൻ വന്നിട്ട് ബ്ലെയിം എല്ലാം പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരന്റെ മേല്. ആവശ്യമില്ലാത്ത ഓവർ സ്മാർട്ട്നെസ് കാണിക്കരുത്. കംപ്ലൈന്റ് വല്ലതുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്ക്. വാ പോവാം. ഈ ഹോട്ടലിൽ നിന്നാണ് സാർ എന്റെ തുടക്കം. വെരി ഗുഡ്. ഹരി എങ്ങനെയുണ്ടോ? സുഖല്ലേ? ആ ഇങ്ങനെയൊക്കെ. ഡേവിഡ് ചേട്ടനില്ലേ ഇവിടെ? ഇല്ല, നെയ്റ്റാ. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സാറിന് അറിയില്ലേ, കോരയാൻ കോരയിൽ MD-യാ. നമസ്കാരം സാർ. ഇപ്പൊ അവർക്കൊക്കെ എന്നോട് വലിയ മതിപ്പായിരിക്കും. കാരണം ഞാൻ സാറിന്റെ കൂടെ ഇരുന്നല്ലേ അടിക്കുന്നത്. അതും ഞാൻ ജോലി ചെയ്യുന്ന ബാറിൽ. എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഏത് അലവലാഴയുമായി ഞാൻ കൂടും. ദാറ്റ്സ് മൈ നേച്ചർ. എന്റെ കംപ്ലീറ്റ് ചിന്തയും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. കോരയും കോരയുടെ ഭാവിയെ പറ്റി തനിക്കും തോന്നുന്നു? ശോഭനമായിരിക്കും സാർ. ശോഭനമായിരിക്കുമല്ലോ. അപ്പൊ ഓരോന്ന് വീക്കാം. ഗുരുമേ കുശലം ഗുരുവിന്ദ നിപദം നിരുപമ സംസാര നിരതി വരബോധ നാരദം നാരദ മുഖമുനി നിഗരകേയ ചരിത നാരദ മുഖമുനി ധനിസ പദനിസ സനിത പമ നാരദ മുഖമുനി നാരദ മുഖമുനി
ഭഗവൻ കൃപയാ പാലയ ചൗരേ കരുണാര സവാസ കലുഷാതി വീരയമ കൃപയാ പാലയ ചൗരേ സരിഗമ പദനി സനിത പമഗരി ഗമ കൃപയാ പാലയ സാ സത്ത സനി സരി ഗമ ഗരി 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 സനി രി സനിത പമഗരി ഗമ കൃപയാ പാലയ ചൗരേ അല്ല ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അയ്യോ സമയം കിട്ടണ്ട ആന്റി. ഈ ഡെപ്പോസ്റ്റേഴ്സിന്റെ വരവ് പോക്ക് തിരക്ക് ബഹളം. കയ്യിൽ എന്തുവാ സമ്മാനപ്പൊതിയോ മറ്റോ ആണോ? എന്ത്? അല്ല മറ്റേ കയ്യിൽ ഒന്നുമില്ല. ഓ അപ്പൊ അതാണ് സാധനം. എന്റെ പൊന്നു കുഞ്ഞെ, ആന്റി ഇത് എത്ര കണ്ടതാ. എന്നെ വിളിക്കാൻ ഒന്നും നോക്കണ്ട. നീയെങ്കിലും നന്നായി വരുമെന്ന് വിചാരിച്ചു. അങ്ങേരോ പോയി. അയ്യോ ആന്റി, ആന്റി എന്താ ഈ പറയുന്നത്? എന്താടി അവനിട്ടൊരു ഗുണദോഷം. നമസ്കാരം അങ്കിൾ. ഞാൻ അങ്കിളിനെ കാണാനാ വന്നപ്പോ ആന്റി ഇങ്ങനെ കണ്ട് സംസാരിച്ചു. ഞാൻ ആ കുളിമുറിയിലെ ടാപ്പടയ്ക്കാൻ വിട്ടുപോയി. ഞാൻ കേട്ടു ഒരു ശബ്ദം. ഒന്നും നടക്കണേ, മേടിച്ചിരിക്കാൻ പോയി അടക്കണേ. വെള്ളത്തിന് ക്ഷാമമുള്ള കാലം ചെല്ലു പോ. അവക്ക് പിടികിട്ടി കാണുമോ? ഏയ് കണ്ടു കാണാൻ വഴിയില്ല, കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ല പിടിച്ചെങ്ങനെ. പിടി കിട്ടിയാ ഇവിടെ ഇടിനാശം അറിയോ? ഇത് മിലിറ്ററി സാധനമാണല്ലോ. എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചങ്ങളെ. ടിവിയിൽ അമ്മൂന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു. കണ്ടാ? ഞാനേ രണ്ടെണ്ണം വിട്ടിട്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നതായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്. സത്യം പറഞ്ഞ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനാ വന്നത്. എന്നെയോ? അല്ല അമ്മൂനെ. അവളോട് ഇല്ലല്ലോ, ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കല്ലേ. ശരി നിങ്ങളെ കാണാം. രണ്ടെണ്ണം വിട്ടിട്ട് പോടൂ. അയ്യോ ഇപ്പൊ തന്നെ ഇരുട്ടി. ഞാൻ ആ വെങ്കടിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. ശരി, ഗുഡ് നൈറ്റ്. പെർഫോമൻസ് നന്നായിരുന്നു. ടിവിയിലെ പിന്നെ ഓട്ടോറിക്ഷയിലും. കൺഗ്രാറ്റ്സ്. വരട്ടെ. ഹലോ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. എന്നാലും ഇത് ശുദ്ധ ബോറായിപ്പോയി. കോംപ്ലിമെന്റ്സിന് ശേഷം ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക എന്നത് ഒരു ഫോർമാലിറ്റിയാണ്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു സൈക്കിക് കേസിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട്. അതെ, ആയിരുന്നു. നിനക്കറിയാമോ അയാളെ? അറിയാം. ഞാൻ ഇയാളെ ആദ്യം കാണുന്നത് ചേട്ടന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. I'm not mad. I'm not mad. I'm not mad. Get up, man. Get up. പിന്നീട് ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു ചേട്ടനെ കാണാൻ. Don't worry, man. Believe me, you are absolutely normal. പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സ് വെച്ചുകൊണ്ടിരുന്ന it may cause more troubles. Stick to my prescription and have a good time.
അടുത്ത ആഴ്ച എന്നെ വന്ന് കാണാൻ മറക്കണ്ട. ഗുഡ് ലക്ക്. രക്ഷപ്പെടാൻ മാർഗം നോക്കിയോ? ഡെപ്പോസിറ്റേഴ്സ് അവര് ഡെസ്പറേറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. അയ്യോ എന്റെ പൊന്നു കോലച്ചേട്ടാ, നാട്ടുകാരുടെ കാശെടുത്ത് റബ്ബർ എസ്റ്റേറ്റ് മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ റബ്ബർ ഷീറ്റ് മുതുകി കെട്ടി വെച്ച് നടക്കണം. അങ്ങനെയായിരിക്കും നാട്ടുകാരുടെ പെരുമാറ്റം. നമുക്ക് നേരത്തെ കോരച്ചേട്ടനെ വിളിച്ചു വെച്ചിരുന്നെങ്കിൽ പൊട്ടു ഇല്ലെന്ന് അറിയായിരുന്നില്ലേ? പോടോ. കുഴി കുഴി കുഴി. പെട്ടി പെട്ടി വീണതാ, പെട്ടി വീണതാ. അയ്യോ, ഇവിടുന്ന് ചാടിയ ചിലപ്പോ കാലൊടിയും. ഇല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഒടിക്കും. ഹലോ. ഹലോ. എന്താ ഇവിടെ? അച്ഛൻ, ഇതെന്റെ ഫ്രണ്ടാ മനു വിശ്വനാഥ്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും. ബിസിനസ് ആണ്. സിറ്റിയിൽ എവിടെയാ? ഇവിടെ പ്രശാന്ത് നഗർ. വരട്ടെ. ഓക്കെ, സീ യു. സാർ, എത്ര അടിക്കണം? 22. വേൾഡ് ഹിസ്റ്ററി പരമബോറ്. കണ്ട പാവം കാണിക്കരുത് കേട്ടോ. പിന്നെ താൻ ഇവിടെ പോയിരുന്നോ? പിന്നെ പോയിരുന്നു എന്ന് പറഞ്ഞു. ഹലോ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അമ്മു ഇവിടെ? ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഫ്രണ്ട്. വെറുതെ എന്തിനാ കള്ളം പറയുന്നത്? എനിക്കറിയാം ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന്. ഓൾ ഇഡിയറ്റ്സ് ആർ ഫൂൾസ് എന്ന പുസ്തകം താൻ വായിച്ചിട്ടുണ്ടോ? ഓൾ ഇഡിയറ്റ്സ് ആർ ഫൂൾസോ? അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്. പോട്ടെ. ഹാമിൽട്ടന്റെ. ആ, അങ്ങേരുടെ ഐലൻഡ് ആൻഡ് സ്ട്രീം വായിച്ചിട്ടുണ്ട്. ബെസ്റ്റ് വർക്ക്. എന്തിനാ പാവത്തിനെ ഇൻസൾട്ട് ചെയ്തേ?